നമുക്കിത് മിൽക്കി നട്ട്സ് കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് വേണ്ടാലോ. ഞാനിവിടെ വാല സ്പഞ്ചാട്ടോ എടുത്തിട്ടുള്ളത്. വെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പാലിലേക്ക് കണ്ടൻസ് മിൽക്കും ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സിറപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാശ നമ്മുടെ സ്പഞ്ചിൻ്റെ ടോപ്പിലായിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ടോപ്പിൽ ക്രീം വെച്ചിട്ട് അതിൻ്റെ ടോപ്പിലായിട്ടും നന്നായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാശ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ നട്ട്സായിട്ട് യൂസ് ചെയ്യുന്നത് കാഷ്യൂവും ബദാമും ആട്ടോ. അതിൻ്റെ ടോപ്പിലായിട്ട് എന്നിട്ട് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1.5 കിലോ ടോൾ കേക്ക് ആട്ടോ. ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു 4 ലെയർ ഹൈറ്റിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 4 ലെയറിലും ഫില്ലിങ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഫുൾ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ക്രം കോട്ട് ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷം ഫിനിഷ് ചെയ്യാൻ എടുക്കുവാണ് എങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നീമ ചേച്ചിയായിരുന്നു എനിക്ക് കേക്കിന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മിൽക്കി നട്ട്സ് കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത ഏത് കേക്കിൻ്റെ ഫില്ലിങ്സ് ആണ് കാണിക്കേണ്ടതെന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.